ഹായ്, എല്ലാവർക്കും നമസ്കാരം. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് സ്ഥലം. ഇപ്പം നമ്മൾ ഈ പ്രോജക്റ്റ് തീർന്നു പോയിട്ട് ഒരു വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ജസ്റ്റ് ഇതുവഴി പാസ് ചെയ്തപ്പോൾ ഒരു ഹോം ഡോറിന് വേണ്ടിയിട്ട് കയറിയതാണ്. ഈ 2700 സ്ക്വയർ ഫീറ്റ് വരുന്നു. 4 BHK പ്ലസ് അമ്യൂണിറ്റീസ് വരുന്ന ഒരു പ്രോജക്റ്റാണ്. നമുക്ക് ഈ പ്രോജക്റ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് നോക്കാം. ആക്ച്വലി ഇത് ട്രോപ്പിക്കലായിട്ടുള്ളൊരു ഡിസൈനാണ്. ഒരു ഡാർക്ക് ലൈറ്റ് ഒരു 2 കോൺട്രാസ്റ്റിലാണ് കളർ കോഡ് ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നാച്ചുറൽ പ്രൊഡക്ട്സ് ആയിട്ടുള്ള ക്ലേ, അതുപോലെ ക്ലാഡിംഗ് ടൈൽസ്, ഇതിൻ്റെയൊക്കെ ഒരു റെഡിഷ് തീം വരുന്നുണ്ട്. അങ്ങനെ ഒരു 3 കളർ കോംബോയിലാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. ലാൻഡ്സ്കേപ്പിംഗ് ക്ലയൻസ് ഇവിടെ ഇല്ല, അബ്രോഡ് ആയതുകൊണ്ട് തന്നെ വളരെ മിനിമലായിട്ടുള്ള സോഫ്റ്റ് സ്കേപ്പുകളാണ് കൊടുത്തു പോയിട്ടുള്ളത്. മീൻസ് പ്ലാന്റ്സ്, ഗ്രാസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. മേജർ ഏരിയയിലും നമ്മൾ ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ട് പോയിരിക്കുകയാണ്. ആദ്യമായി സെപ്കോയോട് നന്ദി പറയുകയാണ്. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല രീതിയിൽ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചത് ഒരു 2020 മുന്നേ ആയിരുന്നു ഞാനത് പണിയുന്നതിനെ പറ്റി ആലോചന വന്നത്. അങ്ങനെ ഞാൻ അതിനു വേണ്ടിയുള്ള ഒരു എങ്ങനെയാണെന്നുള്ളത് പലരുമായിട്ട് ഒന്ന് സംസാരിച്ചു, അതിന് പലരെയും ഒന്ന് സമീപിച്ചു. അങ്ങനെയാണ് ഞാൻ സെപ്കോയെയും സെബിയെയും വീടിന്റെ കാര്യങ്ങളെ പറ്റി ഫസ്റ്റ് ടൈമിലൊന്ന് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തു. അന്നേരം സെപ്കോയിൽ നിന്ന് ഭാഗത്തുനിന്ന് എന്നോട് പറഞ്ഞാൽ നമുക്ക് പ്രോജക്റ്റ് ചെയ്യാം, കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് എങ്കിൽ നമുക്കൊരു പ്ലാൻ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സെപ്കോയിൽ നിന്നുള്ള ടീം മെമ്പേഴ്സ് നമ്മുടെ സൈറ്റിൽ വരികയും, ഞാൻ അന്നേരം ഇവിടെ ഇല്ല, ഞാനിവിടെ അബ്രോഡിലാണ്. സൈറ്റ് നോക്കി എല്ലാം കംപ്ലീറ്റ് മെഷർമെന്റ് ഒക്കെ എടുത്തു പോയി. എന്നോട് പറഞ്ഞു നമുക്ക് കുഴപ്പമില്ല, നല്ല രീതിയിൽ നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു പ്ലാൻ വരയ്ക്കാൻ തീരുമാനിച്ചു. പിന്നെ അതിന്റെ പ്ലാനിന്റെ കാര്യങ്ങളൊക്കെ ആയി. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ എന്തൊക്കെയാണെന്നുള്ളത് സെപ്കോയെ നമ്മൾ അറിയിച്ചു. നമ്മുടെ റിക്വയർമെന്റ്സ് ഇങ്ങനെയൊക്കെയാണ്, നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് സംസാരിച്ച് അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ നല്ലൊരു പ്ലാൻ വരച്ചു. നമുക്ക് ഇഷ്ടപ്പെട്ടു. പറഞ്ഞ രീതികളിൽ കാര്യങ്ങളെല്ലാം ആ പ്ലാനിലൂടെ നമ്മൾ പ്ലാൻ കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ടീക്കൂഡിലാണ് ഇതിൻ്റെ ജോയിൻട്രീസ് ചെയ്ത് പോയിട്ടുള്ളത്. പിന്നെ മെയിൻ ഡോർ തുറന്ന് നമ്മളങ്ങ് കയറുമ്പോഴേ ഒരു ഫോമൽ ലിവിങ് സ്പേസിലേക്കാണ് വരിക. ഫോമൽ ലിവിങ് നോർമൽ 3 ഫീറ്റിലാണ് നമ്മൾ ഹൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, പ്ലസ് ഡൗൺ ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത്. വാൾ ലൈറ്റ് വളരെ മിനിമലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫോമൽ സ്പേസ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫാമിലി സ്പേസിനുള്ളൊരു പ്രൊവിഷനാണ്. ഇവിടെ സോഫ അറേഞ്ച് ചെയ്തിട്ടില്ല. ഫാമിലി സ്പേസ്, ഡൈനിങ്, അങ്ങനെ ഒരു കണ്ടിന്യൂവേഷൻ വരുന്നു. ഇതൊരു ഹോളി ഫീലായിട്ട് ചെറിയൊരു സോഫ്റ്റ് പാർട്ടീഷൻ ഇടയ്ക്ക് കൊടുത്ത് ഒരു ലെങ്തി ഏരിയ ആയിട്ട് നമ്മൾ ചെയ്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ ഇവിടെ കിച്ചൺ വരുന്നുണ്ട്. കിച്ചൺ എന്ന് വെച്ചാൽ ഓപ്പൺ കിച്ചൺ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് വരുന്നിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ അതിൻ്റെ വർക്ക് ഏരിയ വരുന്നുണ്ട്. സെപ്കോയുടെ പ്രോജക്റ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ആ പ്രോജക്റ്റ് ഒക്കെ ഒന്നുകൂടെ പോയി കാണുകയും, അങ്ങനെ സെപ്കോയില് നമുക്കൊരു വിശ്വാസം ഉണ്ടായി. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് ഈ പ്രോജക്റ്റ് ഏറ്റവും നല്ലൊരു ഭംഗിയായ രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് തരുമെന്നുള്ളൊരു വിശ്വാസം വന്ന സ്ഥിതിക്ക് അത് കഴിഞ്ഞപ്പോഴത്തേന് അതൊരു കോൺട്രാക്റ്റിലേക്ക് ഫൈനലൈസ് ചെയ്ത് കോൺട്രാക്ട് സൈൻ ചെയ്ത് സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്യുകയായിരുന്നു. പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോയി. ഇവിടെ ഡൈനിങ് സ്പേസ് തന്നെയാണ് TV യൂണിറ്റ് വരുന്നത്. പക്ഷേ TV ഒന്നും വെച്ചിട്ടില്ല. അതിനോട് ചേർന്ന് വരുന്നൊരു പ്രൊവിഷൻ ഈ സ്റ്റെയർ കേസും അതിനോട് ചേർന്നായിട്ടാണ് ഇവിടെ നമുക്ക് കോമൺ വാഷ് ഏരിയ വരിക, കോമൺ ടോയ്ലറ്റും വരിക. അപ്പോൾ ഈ സ്റ്റെയർ കേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബോട്ടം ഫ്ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ബോട്ടം നമുക്ക് കബോർഡ് വർക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ സ്റ്റോറേജ് സ്പേസ്, അതുപോലെ ഇൻവെർട്ടർ, CCTV യൂണിറ്റ്സ്, ഇങ്ങനെയുള്ള DVRs ഒക്കെ പ്ലേസ് ചെയ്യാനായിട്ടൊക്കെ നമുക്കൊരു ഒരു പ്രൊവിഷനായിട്ട് തന്നെ ഉപയോഗിക്കാം. ഇപ്പം നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും, നമുക്ക് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കിട്ടുകയും ചെയ്യും. പിന്നെ സ്റ്റീൽ സെക്ഷൻസ് വെച്ചിട്ട് ടോപ്പ് റെയിൽ വുഡൻ ടീക്കിൻ്റെ പ്രൊഫൈൽ കൊടുത്തിട്ടാണ് നമ്മളതിൻ്റെ ഹാൻഡ് റെയിൽസ് റെഡിയാക്കിയിട്ടുള്ളത്. ഈ ഡൈനിങ്ങിൻ്റെ സ്പേസിൽ തന്നെ നമ്മുടെ ഒരു ബേ വിൻഡോ കൊടുത്തിരിക്കുന്നത്, അതിന് നല്ലൊരു സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ബേ വിൻഡോസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ആർക്കിട്രേവ് നമ്മൾ കംപ്ലീറ്റ്ലി ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ സൈഡൊക്കെ ആണെങ്കിലും നമുക്ക് കവേർഡായിട്ടിരിക്കും, കൈ പിടിച്ചിങ്ങനെ മുഷിയുന്നൊരു സിറ്റുവേഷൻ വരാതിരിക്കും. പിന്നെ നമുക്കൊരു സീറ്റിങ്ങിന് നല്ലൊരു സ്പേസാണ്. ആ സ്റ്റെയർ കയറുന്നതിൻ്റെ ആ ഒരു ജംഗ്ഷൻ, ഈ ബെഡ്റൂംസിൻ്റെ ഒക്കെ ഒരു ജംഗ്ഷനിൽ വന്ന് ഇപ്പോൾ ആ ബേ വിൻഡോ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് സീറ്റിങ്ങിന് ഇവിടെ ഇരിക്കാനും ഒക്കെ നല്ല ഒരു സൗകര്യമായിരിക്കും.
അപ്പോൾ ഡൈനിങ് സ്പേസിലൊക്കെ ആണെന്ന് പറഞ്ഞാലും ചില ക്രൗഡഡ് ആണ്. ഫുഡൊക്കെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് ഇല്ലെങ്കിൽ ഇവിടെ ഒരു അത്യാവശ്യം 2 പേർക്കൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ പറ്റും, ഡൈനിങ്ങിനോട് ചേർന്നായതുകൊണ്ട്. ഒരു ടി വി കാണുമ്പോഴാണെന്ന് പറഞ്ഞാലും ടി വി ഇതിനോട് അടുത്തായിട്ട് നമുക്ക് ഈ ബെവിൻ്റെ വന്നിരിക്കുന്നതുകൊണ്ട് ടി വിയുടെ ആക്സസും വളരെ ഈസി ആയിരുന്നു. ഒരുപാട് നമുക്കൊരു കൺസേൺസ് ഒത്തിരി ഉണ്ടായിരുന്നു. കാരണം പറഞ്ഞാൽ കൺസേൺ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും അഭിപ്രായങ്ങളുണ്ടായിരുന്നു. നമ്മളൊരു പ്രോജക്റ്റ് ഇവിടെ ചെയ്യുക, ഇത്ര ദൂരെ ആള് വന്ന് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റുമോ, ഇതിന്റെ അപ്ഡേറ്റ്സ് എങ്ങനെയാണ് കിട്ടുന്നത്. കാരണം ഇതിന്റെ മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അബ്രോഡാണ്. ഫാദറിനാണെങ്കിൽ എല്ലാ ദിവസവും വന്ന് നോക്കി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഇതെല്ലാം എന്തൊക്കെയാണ് ഡെയിലിയുള്ള അപ്ഡേറ്റ്സ്, എന്തൊക്കെയാണ് വർക്കിന്റെ ഷെഡ്യൂൾ, എന്താണ് ഇത് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമോ, ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ സെപ്കോ ആയിട്ട് സംസാരിച്ചു. സെപ്കോയുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ഡെയിലി ഉള്ള അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അന്നുള്ള വർക്കിന്റെ അപ്ഡേറ്റ്സ്, നെക്സ്റ്റ് ഡേയിലെ ഷെഡ്യൂള് എന്തൊക്കെയാണ്, ആ രീതിയിൽ അപ്ഡേറ്റ്സുകൾ ഡെയിലി കിട്ടിക്കൊണ്ടിരുന്നു. അതുകൂടാതെ സൈറ്റിലെ ഒരു എഞ്ചിനീയറോ സൂപ്പർവൈസറോ ഉണ്ടായിരുന്നു. അവരുടെ ഭാഗത്തുനിന്ന് നമുക്കൊരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പിന്നെ സെപ്കോയുടെ നമ്മളുമായിട്ടും അവരുമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ കൂടി നമുക്ക് അന്നുള്ള എല്ലാ ഡീറ്റെയിൽസ്, വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും നമുക്ക് അറിയാൻ കഴിയുമായിരുന്നു. വർക്കെല്ലാം ഡിലേസ് ഒന്നും വരാതെ വർക്കുകളെല്ലാം കറക്റ്റായിട്ട് അതിന്റെ ഷെഡ്യൂൾ പ്രകാരം നടന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ വന്ന ഒരു കൺസേൺ എല്ലാം നമുക്കങ്ങ് മാറി. നമുക്കത് പ്രോപ്പറായിട്ട് ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് മാത്രമല്ല സെപ്കോയുടെ വർക്ക് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് നമ്മുടെ ലോക്കൽ ഒരു കോൺട്രാക്ട് ചെയ്യുന്ന അതുമാതിരിയല്ല. വർക്കിന്റെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റാൻഡേർഡിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു പിന്നെ ഓരോ കാര്യങ്ങൾ, വർക്കിന്റെ ഷെഡ്യൂൾ ആണെങ്കിലും വർക്കിന്റെ ഡേ ടു ഡേ കാര്യങ്ങളാണെങ്കിലും എല്ലാം അതിൻ്റെതായ ഒരു എഞ്ചിനീയറിംഗ് ആ മോഡലിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് വർക്കുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അങ്ങനെ ഏതാണ്ട് നമ്മൾ ഉദ്ദേശിച്ച സമയത്തിൽ തന്നെ കാര്യങ്ങൾ വന്ന പ്രോജക്റ്റ് നല്ല രീതിയിൽ അത് ഫിനിഷ് ചെയ്തു. കൃത്യമായിട്ട് സൈറ്റ് എഞ്ചിനീയറായിട്ടും അതുപോലെ തന്നെ സെപ്കോയുടെ മറ്റ് അവരുടെ സൈറ്റ് മാനേജറായിട്ടാണെങ്കിലും എന്ത് കാര്യം അന്നേരം നല്ല കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ വർക്ക് നല്ല രീതിയിൽ നല്ല സ്മൂത്തിലാണ് കാര്യങ്ങളെല്ലാം ചെയ്തത്. കാരണം നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പ്രോജക്റ്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോജക്റ്റുകൾ എടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, ഇഷ്ടംപോലെ. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം ഒരു പ്രോജക്റ്റ് എടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഒരു ടാസ്ക്. ആദ്യം നമ്മൾ ഈ പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഇതായിരുന്നു നമ്മൾ പ്രോജക്റ്റ് എങ്ങനെ കംപ്ലീറ്റ്. പക്ഷെ നമുക്ക് ആ സെപ്കോ അതിന്റെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കറക്റ്റായിട്ട് ആ വർക്ക് എടുത്ത് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ കറക്റ്റ് ടൈമിൽ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോഴത്തേനും ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും തീർന്നു കഴിഞ്ഞു. ഇതിന്റെ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ്, ഡൈനിങ് ആയിട്ട് വളരെ ക്ലോസ് ടു ആണ്. അതുപോലെ ആ കൗണ്ടർ സ്പേസിൽ നമ്മൾ ആ വ്യൂ വരുന്നിടത്ത് ഡിസൈനർ ടൈല് കൊടുത്തിട്ട് അത് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ഇത് ഒറിജിനൽ നാനോവൈറ്റ് ആണ്, G7 കാറ്റഗറി വരുന്ന ഒറിജിനൽ നാനോവൈറ്റ് ആയത്. നോർമലി മിക്കവാറും നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടൈലാണ് കൊടുത്തു പോകാറുള്ളത്, പക്ഷേ ഇതിപ്പം നാനോവൈറ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. കിച്ചണും അതിനോട് ചേർന്ന് വർക്ക് ഏരിയ വരുന്നുണ്ട്. കിച്ചണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് മൊറോക്കൻ ടൈലിലാണ്. അതുപോലെ മുകളിലേക്ക് നമ്മൾ ലോഫ്റ്റ് ചെയ്തിട്ടുണ്ട്. വിൻഡോയുടെ 2 സൈഡിലേക്ക് നമ്മൾ യൂണിറ്റ്സ് വിത്ത് ഗ്ലാസ് കൊടുത്തു. അക്രിലിക് ഫിനിഷിലാണ് നമ്മുടെ ലാമിനേറ്റ്സ് നടത്തിയിട്ടുള്ളത്. ഫ്രിഡ്ജിൻ്റെ പ്രൊവിഷൻ കറക്റ്റായിട്ട് ഇൻറ്റീരിയർ പ്ലാൻ ചെയ്ത് കോർണർ ചെയ്തിരിക്കുന്നുണ്ട്. അവിടെ വളരെ കൺസോൾ ചെയ്താണ് ആ കോർണറിൽ അത് ഫ്രിഡ്ജ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. ഞാൻ ഉദ്ദേശിച്ച സമയത്തിനൊക്കെ മുന്നേ, കാരണം ഞാനൊരു ഒന്നുകൂടെ കഴിഞ്ഞ 1-2 മാസം കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്ന് എനിക്ക് ഇതിന്റെ ഹൗസ് വാമിങ് നടത്തണമെന്നുള്ള ഒരു ഇത് വന്നത് കാരണം ഞാൻ പെട്ടെന്ന് പക്ഷെ അപ്പോഴത്തേനും എല്ലാ വർക്കുകളും ഫിനിഷ് ചെയ്തു. അങ്ങനെ ഹൗസ് വാമിംഗ് നമ്മൾ തീരുമാനിച്ച അനുസരിച്ച് അന്ന് ഹാൻഡ് സെറിമണി നടത്തി ഹാൻഡ് ഓവർ ചെയ്തു. തന്നപ്പോഴും എല്ലാം ക്ലീൻ ചെയ്ത് നല്ല ക്ലീൻ ആയിട്ടാണ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റെക്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് അവര് ടീം വന്ന് ഒരു സ്റ്റാഗ് ലിസ്റ്റ് ഉണ്ടാക്കി നമ്മുടെ ഹൗസ് വാമിങ്ങിന് ശേഷം അതെല്ലാം മൊത്തം എന്തൊക്കെയാണ് ലിസ്റ്റ് തയ്യാറാക്കി അതെന്തൊക്കെയാണെന്നുള്ളത് ചെയ്യാനുള്ളത്. കാരണം എങ്ങനെയായാലും നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് വന്നാലും എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്ത് തന്നു. നമുക്ക് എല്ലാ വർക്കുകളും നമുക്ക് ക്ലിയർ ആക്കിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.
അത് ഏറ്റവും നല്ല രീതിയിൽ ഞാൻ ആദ്യം വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല പല ഡൗട്ടുകൾ, കാരണം ഇത് വീട് ഇങ്ങനെയാണോ ഇരിക്കുന്നത്, ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാണോ വരുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് വർക്ക് ചെയ്യുന്ന ഇതങ്ങനല്ലല്ലോ അതിങ്ങനല്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ ലാസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആ ഒരു ഫിനിഷിംഗ് ലെവലിലേക്ക് വന്നിടുമ്പോൾ മാത്രമേ നമുക്ക് ആ വീടിന്റെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വീടെന്നുള്ളത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ ആ ഫിനിഷിംഗ് ലെവലിൽ വരണം. പക്ഷെ അതുവരെ ഈ വർക്ക് നടക്കുന്ന സമയത്ത് നമുക്കൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കല്ല കാണുന്നത്. പക്ഷെ ഏറ്റവും ഫിനിഷിംഗ് ലെവലിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും മനോഹരമായി നല്ല രീതിയിൽ നമ്മൾ എന്താണോ ഡിസൈൻ ചെയ്തത് ആ ഡിസൈൻ രീതിയിൽ തന്നെ ആ 3Dയിൽ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ നമുക്ക് ആ വീട് ഏറ്റവും ഭംഗിയായിട്ട് ഹാൻഡ് ഓവർ ചെയ്ത് തന്നു. ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് കയറുന്നത്. മാസ്റ്റർ ബെഡ്റൂം ചെയ്യുമ്പോൾ ഇത് ഞാൻ പറഞ്ഞ ടീക്കിന്റെ നല്ല ഗ്രെയിൻസ് ആണ്, നാച്ചുറൽ ഗ്രെയിൻസ് കിട്ടിയിരിക്കുന്നു. ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിലാണ്, ഒരു കട്ട് ഷേപ്പിലാണ് അതിൻ്റെ ഡോസ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് പ്രൊഫൈലിന് ശരിക്കും ആ ടീക്കുമായിട്ട് നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്, നല്ല മാച്ചിങ് ആണത്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുന്നു. മാസ്റ്റർ ബെഡ്റൂം എല്ലാ റൂം സൈസും ഏകദേശം ഇതൊരു ഇച്ചിരി സ്പേഷ്യസ് ആണെന്നുള്ളതാണ്. എല്ലാം ടിപ്പിക്കലായിട്ട് തന്നെ വന്നേക്കുന്നത്. ഇതിന് ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റേണൽ ഫർണിച്ചേഴ്സിന് ഇൻഫ്ലുവൻസ് നമുക്ക് ഇവിടെ കുറയ്ക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് ഇരിക്കുകയൊക്കെ ചെയ്യണം. ഇപ്പോൾ ബെഡിൽ ഒരാളാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുന്ന് സംസാരിക്കണമെങ്കിൽ വേറെ ചെയർസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആ ഒരു സ്പേസ് കൺസ്ട്രെയിൻ നമുക്ക് അവിടെ വരുന്നില്ല ബേ വിൻഡോസ് കൊടുത്തു കഴിയുമ്പോൾ. അപ്പം നമുക്ക് ബേ വിൻഡോസ് റൂംസിൽ കൊടുത്തു കഴിയുമ്പോൾ ഒരു ഗുണം, അത്യാവശ്യം ഒന്ന് വർക്ക് ചെയ്യണമെങ്കിലോ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ആണെന്ന് പറഞ്ഞാലും ഒന്നിരിക്കാം. പിന്നെ ഇവിടെ രണ്ട് സൈഡിലും ബെഡ് ടേബിള് കൊടുത്തു പോയിട്ടുണ്ട്. ഒരു വാർഡ്രോബ് വളരെ മിനിമൽ ആയിട്ടാണ്, ഇതിൻ്റെ മിനിമൽ റിക്വയർമെന്റ് മാത്രം മീറ്റ് ചെയ്തിട്ടാണ്. മീൻസ് ലക്ഷറിയസ് ആയിട്ട്, ലക്ഷറിയസ് മീൻസ് നമ്മുടെ ആവശ്യങ്ങൾക്ക് അപ്പുറത്ത് ഒരു എലഗൻസിക്ക് വേണ്ടിയിട്ട്, ഒരു കാഴ്ചയുടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്നാണ് ലക്ഷറി എന്ന് ഉദ്ദേശിച്ചത്. അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ്. നമ്മുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു മിനിമൽ ഇന്റീരിയറാണ് ചെയ്തു പോയിട്ടുള്ളത്. അപ്പോൾ ഈ വാർഡ്രോബും അതിനോട് ചേർന്ന് ഒരു വാക്കിംഗ് ടേബിളും ഉണ്ട്. വിച്ച് മീൻസ് അവിടെ ഒരു ചെയർ കൊടുക്കുവാണെങ്കിൽ നമുക്ക് അവിടെ വാക്കിംഗ് ടേബിളായിട്ട് യൂസ് ചെയ്യാം. ബട്ട് അവിടെ ഇപ്പോൾ സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഒരു കിങ് സൈസ് ബെഡ് കൊടുത്താലും വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഈ റൂം നിൽക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് 4.6 ആണ് ലെങ്ത്. 4.6 by 3.9 ആണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം ഈ പാസ് ചെയ്യാനായിട്ടും എല്ലാം എളുപ്പമാണ്. പിന്നെ ഒരു ബെഡ്റൂംസിൽ ഒരു ക്രോസ് പാസേജുകൾ ഒഴിവാക്കുക എന്ന് പറയും. അതായത് ആ കോർണറിലേക്കാണ് ബാത്റൂംസിലേക്കുള്ള അല്ല ഡോസോ എല്ലാം വരുന്നതെങ്കിൽ ഈ റൂം ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ നമ്മൾ അവിടുന്ന് കയറി നേരെ സ്ട്രെയിറ്റ് ഈ പാസേജ് ഇങ്ങനെ തന്നെ വരുന്നതുകൊണ്ട് നമുക്ക് ഈ ഡ്രസ്സിങ് സ്പേസിലേക്കും അതുപോലെ വാഷ്റൂമിലേക്കും ആക്സസ് ചെയ്യാനായിട്ട് നേരെ എളുപ്പം. ക്രോസ് പാസേജുകൾ ഒഴിവാക്കപ്പെടുവാണെങ്കിൽ നമുക്ക് അതൊരു ട്രാഫിക് കറക്റ്റ് ആയിരിക്കും. അതായത് ഒരു കൺസ്ട്രെയിൻ ഫീൽ ചെയ്തില്ല. നമുക്ക് റൂമുകളിലെല്ലാം ഇങ്ങനെ കൺജഷൻ ഫീൽ ചെയ്യുന്നതിൻ്റെ കേസ് ഈ ക്രോസ് പാസേജുകൾ വന്നു കഴിയുമ്പോഴാണ്. പിന്നെ ക്രോസ് വെന്റിലേഷൻസ് ഉണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ ആംഗിളിൽ വിൻഡോസ് ഓപ്പണിങ്സ് കൊടുത്തിരിക്കുന്നുണ്ട്. ക്രോസ് വെന്റിലേഷൻ നമുക്ക് വിൻഡോസ് തുറന്നു കഴിഞ്ഞാൽ നല്ല വെട്ടവും വെളിച്ചവും കിട്ടുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെയ്ബേഴ്സ് ആണെങ്കിലും ചുറ്റുമുള്ളവരും എല്ലാവരും, നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും അവരെല്ലാവരും നല്ല അഭിപ്രായമാണ്. കാരണം ഇവിടെ അഭിപ്രായം മിക്കവരും എൻ്റെ അടുത്ത് ചോദിച്ചത് ആരാണ്, എവിടുന്നാണ് എഞ്ചിനീയേഴ്സും കോൺട്രാക്ട് വർക്കെല്ലാം എവിടുന്നാണ് വന്നത്. ഓൾറെഡി അവർക്ക് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പലരും ഇവിടുന്നുള്ള വർക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് പലരും കോൺടാക്റ്റും ചെയ്തിട്ടുണ്ടോ. സെബിയനോട് പറഞ്ഞായിരുന്നു, പലരും കോൺടാക്ട് ചെയ്തായിരുന്നു. കാരണം ഈ ചുറ്റുമുള്ള ഞങ്ങൾ ഈ ഏരിയയിൽ നമ്മൾ വീട് വെച്ച് എല്ലാവർക്കും ഒരു ഡിഫറെന്റ് ആയിട്ടാണ് ഈ ഒരു വീടിന്റെ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അന്ന് ഞാൻ അബ്രോഡ് ആയിരുന്നപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആവശ്യങ്ങൾക്ക് ഞാൻ വരുമായിരുന്നു. വർക്ക് തുടങ്ങിയതിന് ശേഷം പല പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വരും, പെട്ടെന്ന് വരും, പോവും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ അന്നേരം വന്നപ്പോഴെല്ലാം എന്നോട് ഇവിടെയുള്ളവരെല്ലാവരും എനിക്ക് തോന്നിയത് അവരുടെ വർക്ക് ഏറ്റവും നല്ല രീതിയിലാണ്. അവര് നല്ല ഉപയോഗിക്കുന്ന നമ്മുടെ മെറ്റീരിയൽസ് കാര്യങ്ങളൊന്നും എല്ലാം സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഒരു നോർമൽ രീതിയിൽ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടുന്നുള്ള ആ ഒരു രീതിയിലല്ല. ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ട് ഏറ്റവും സ്റ്റാൻഡേർഡ് വർക്കും സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസും
എല്ലാ മെറ്റീരിയൽസും നല്ല സ്റ്റാൻഡേർഡ് രീതിയിലുള്ള മെറ്റീരിയൽസുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. ഈ ഒന്നാമത് ഇത് റോഡ് സൈഡായത് തന്നെയാണ് ഈ വർക്ക് ഈ പ്രോജക്റ്റ് നടക്കുന്നത്. അതുകൊണ്ട് മിക്ക ആൾക്കാരും ഇവിടെ വന്ന് നോക്കാറുണ്ട്. നമ്മുടെ ആൾക്കാരല്ല, ജംഗ്ഷനിലുള്ള മിക്ക ആൾക്കാരും അന്ന് ഇവിടെ വർക്ക് നടക്കുന്നത് കാണാറുള്ളതായിരുന്നു. അവരെല്ലാം ഡെയിലി അഭിപ്രായം പറയുന്നു, അവരുടെ വർക്ക് നല്ല ഏറ്റവും നല്ല രീതിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കി ഹാൻഡ് ഓവർ ചെയ്തു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാം നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച് സെഡ്കോ ആൻഡ് സെഡി. എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ്. സെഡ്കോയുടെ എല്ലാ ടീം മെമ്പേഴ്സിനോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്.